ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. താനൂരിൽ ആടുകളെ കൊന്നൊടുക്കി അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നു. ഒരു വീട്ടിൽ തന്നെ വളർത്തുന്ന 7 ആടുകളാണ് 2 ആഴ്ചക്കിടെ ചത്തത്. മുൻ നഗരസഭാ അംഗം PT ഇല്യാസിന്റെ വീട്ടിൽ വളർത്തുന്ന വില കൂടിയ ഇനത്തിൽപ്പെട്ട ആടുകളാണ് ചത്തത്. മുൻ നഗരസഭാ അംഗം PT ഇല്യാസിന്റെ വീട്ടിൽ വളർത്തുന്ന 7 ആടുകളാണ് 2 ആഴ്ചക്കിടെ ചത്തത്. ആടുകൾ കുഴഞ്ഞു വീണ ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നും ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്ന രീതിയാണ് ഉണ്ടായത്. ബീറ്റൽ, ജമുന പ്യാരി, നാടൻ മലബാറി തുടങ്ങിയ ഇനം ആടുകളാണ് ചത്തത്. 50 കിലോയിൽ കൂടുതലുള്ള ആടുകളാണ് മിക്കതും. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ടെന്ന് ഉടമ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ആടിന് ചെറുതായിട്ടൊരു അസ്വസ്ഥത വന്നത്. അന്ന് മുതൽ തന്നെ താനൂർ ബ്ലോക്കിലുള്ള മൃഗസംരക്ഷണത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അവർ മെഡിസിൻ കാണിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ അവർക്ക് എന്താണ് അസുഖമെന്ന് അവർക്കും ബോധ്യപ്പെട്ടില്ല. അങ്ങനെ 2 ആട് ചത്തതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞത് ഒരു പോസ്റ്റ്മോർട്ടം കഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ റിസ്ക് എടുക്കേണ്ടതുകൊണ്ടും അവർ പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വൈറസ് ആയിരിക്കും എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വീണ്ടും 2 കുട്ടികളാണ് എന്ത് ചെയ്തത്, നല്ല അത്യാവശ്യം വലുപ്പമുള്ള 2 കുട്ടികൾ വീണ്ടും ഇത് ചെയ്തതിന് ശേഷമാണ് വലിയ 2 ആടിനും കൂടി ഇത് വന്നു. ഏകദേശം 60 കിലോനും 50 കിലോൻ്റെ ഒക്കെ മുകളിലുള്ള 2 ആടുകൾക്ക് വന്നു. പക്ഷെ ആട് അപ്പോൾ തന്നെ കൊഴിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലും മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ നിര വന്നിട്ട് ഒരു ഇതിലേക്കുള്ള കേലെങ്ങനെ ഒലിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും എടുത്ത് നമ്മളിവിടുന്ന് വണ്ടിയിലെടുത്ത് ബ്ലോക്കിൽ കൊണ്ടുപോയി അവർ ഇഞ്ചക്ഷൻ അടിച്ച് 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ അടിച്ചിട്ടും യാതൊരു ഫലമില്ല. ആ കിടന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരാട് കൂടി ചത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ആദ്യം പരിശോധിക്കാൻ വേണ്ടി തിരൂരുള്ള പോളിടെക്നിക്കിൻ്റെ അവിടെ കൊണ്ടേ കൊടുത്തു. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു അത് എന്തൊരു വൈറസാണ്, അതിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. അങ്ങനെയാണ് മലപ്പുറം വെറ്റിനറി ഇവിടെ കൊണ്ടുപോയി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയൊരാടിനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ കൊണ്ടുപോയി അവിടുന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. പക്ഷേ അവിടെ 1 മണിക്കൂറിനുള്ളിൽ കിട്ടേണ്ട സാധനമാണ് ബ്ലഡിൻ്റെ ചെക്കപ്പെങ്കിലും അവിടെ കറണ്ട് ഇല്ലാത്തതിൻ്റെ 4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴും 6 ലക്ഷം രൂപയുടെ ഒരു ജനറേറ്റർ പോലും ഉണ്ടായിട്ട് ഇവിടെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നാണ് ജില്ലാ ഡോക്ടറും പറയുന്നത്. മെഡിസിൻ ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് 250-ൻ്റെയും 100-ൻ്റെയും മെഡിസിൻ മേടിച്ചിട്ടാണ് ഇതിന് ഇഞ്ചക്ഷൻ അവിടുന്ന് മലപ്പുറത്ത് അടിച്ചിട്ടുള്ളത്. മലപ്പുറം വെറ്റിനറി ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ഈ സംഭവം മുൻനിർത്തി ചുറ്റുവട്ട പരിധിയിലുള്ള ആടുകളെ രക്തപരിശോധന നടത്തണമെന്ന് മുൻ നഗരസഭാ അംഗം PT ഇല്യാസ് പറഞ്ഞു.